ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഗ്യാസ് മെറ്റൽ ആർക്കും അതിൻ്റെ ആക്സസറീസും എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചായിരിക്കും പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോ സെഷനിൻ്റെ ലക്ഷ്യങ്ങൾ: ആക്സസറീസ് ഉപയോഗിച്ച് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് മെഷീനിനെ തിരിച്ചറിഞ്ഞ് സെറ്റാക്കുക, ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൻ്റെ വെൽഡിംഗ് ടെക്നിക് വിവരിച്ച് ഒരു ആർക്ക് അടിക്കുക. ആർക്ക് അടിക്കുന്നതും ഇളം സ്റ്റീലിൽ സ്ട്രേറ്റ് ലൈൻ ബീഡ് വെൽഡ് ചെയ്യുന്നതുമാണ് ഇപ്പോൾ പ്രദർശിപ്പിക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. സെഗ്മെൻറ്റ് 1 GMAW മെഷീൻ എങ്ങനെ ക്രമീകരിക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു വയർ സ്പൂൾ എടുത്തു വയ്ക്കുക. ഗൈഡ് ട്യൂബിലേക്ക് വയർ കോർക്കുക. പിന്നെ റോളറിലേക്ക്, പിന്നെ സ്പൈറലിലേക്ക് കോൺടാക്ട് ടിപ്പിൻ്റെ അഗ്രത്തിലൂടെ പുറത്തെടുക്കുക. വയറിനെ ഇൻലെറ്റ് വയർ ഗൈഡ് വഴി കടത്തിവിടുക. പിന്നെ ഡ്രൈവർ റോളേഴ്സ് വഴി ഔട്ട്ലെറ്റ് വയർ ഗൈഡിലേക്ക് കടത്തിവിടുക. റോളേഴ്സിനെ അധികം ടൈറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അതുമൂലം വയർ ചതഞ്ഞു പോകാനും അതിൻ്റെ കോപ്പർ കോട്ടിംഗ് പറഞ്ഞു വരാനും സാധ്യതയുണ്ട്. കോൺഡുവിറ്റ് ലൈനേഴ്സിൽ നിന്നും വയർ സ്മൂത്തായി തന്നെ വെൽഡിംഗ് ടോർച്ച് ഔട്ട്ലെറ്റിലേക്ക് കടന്നു പോയിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ മെഷീനെ പവർ സോഴ്സുമായി ബന്ധിപ്പിക്കുന്നു. സെഗ്മെന്റ് 2 വെൽഡിംഗ് ടോർച്ചിനെ എങ്ങനെ ക്രമീകരിക്കാം. വയർ ഈസിയായി കടന്നു പോകാനായി കോൺടാക്ട് ടിപ്പ് എടുത്തു മാറ്റുക. വെൽഡിംഗ് ടോർച്ചിനെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുക. ഇതുമൂലം കംപ്ലീറ്റ് വെൽഡ് പെനിട്രേഷനും നല്ല സുഗമമായ റിപ്പിൾസും സാധ്യമാകുന്നു. സെഗ്മെന്റ് 3 ഗ്യാസ് ഫ്ലോ ക്രമീകരിക്കുന്ന വിധം. CO2 സിലിണ്ടറിലേക്ക് CO2 ഗ്യാസ് ഹീറ്ററിനെ ബന്ധിപ്പിക്കുക. നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം, ഹീറ്റർ 110 വോൾട്ടിലാണ് വെൽഡിംഗ് മെഷീൻ്റെ പവർ സപ്ലൈയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മെയിൻ സപ്ലൈയിൽ നിന്നും 230 വോൾട്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന്. ഗ്യാസ് ഘനീഭവിക്കുന്നത് തടയുന്ന വിധം. ഗ്യാസ് ഹീറ്ററിൻ്റെ പുറത്തേക്ക് പോകുന്ന ഭാഗത്ത് ഒരു 2 സ്റ്റേജ് റെഗുലേറ്റർ ഘടിപ്പിക്കുക. ഡയൽ ഗേജസ് പരിശോധിക്കണം. ഫ്ലോ മീറ്ററും ഗ്യാസ് ഹോസും വെൽഡിംഗ് ടോർച്ചുമായി ബന്ധിപ്പിക്കുക. 8 മുതൽ 10 ലിറ്റർ പെർ മിനിറ്റ് ഗ്യാസ് ഫ്ലോ സെറ്റ് ചെയ്യുക. ഇത് ടിപ്പ് ട്രാൻസ്ഫർ മോഡിന് വേണ്ടിയാണ്. ടിപ്പ് ട്രാൻസ്ഫർ എന്നാൽ ടോർച്ച് വയർ മൈൽഡ് സ്റ്റീലിൽ നിന്നും 1.5 mm ദൂരത്തിലാണ് എന്നാണ്. അതുകൊണ്ട് അവയ്ക്കിടയിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നു. ഇതാണ് മെറ്റൽ ഡെപ്പോസിറ്റ് ഉണ്ടാകാൻ കാരണമാകുന്നത്. സോപ്പ് ലായനി ഉപയോഗിച്ച് ഗ്യാസ് ചോർച്ച ഉണ്ടോ എന്ന് പരിശോധിക്കണം. സെഗ്മെന്റ് 4 ആർക്ക് വോൾട്ടേജ് സ്റ്റിക്കും വയർ ഫീഡ് റേറ്റും സജ്ജമാക്കുന്ന വിധം. 0.8 mm ഡയമീറ്റർ ഉള്ള ഒരു ചെറിയ വയർ തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് ടിപ്പ് ട്രാൻസ്ഫർ മെത്തേഡ് ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ലൈൻ ബീഡ്സ് ഡെപ്പോസിറ്റ് ചെയ്യുക. 0.8 mm ഡയമീറ്റർ വയറിന് വേണ്ടി 80 മുതൽ 100 ആംപിയർ കറണ്ട് റേറ്റ് സെറ്റ് ചെയ്യണം. അതിന് ഇലക്ട്രോഡ് ഫീഡ് യൂണിറ്റിലുള്ള വയർ ഫീഡ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. എംപിരിക്കൽ ഫോർമുല ഉപയോഗിച്ച് ആർക്ക് വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യുക. ആർക്ക് വോൾട്ടേജ് ഈക്വൽസ് ടു 14 പ്ലസ് 0.05 I പ്ലസ് 2. ഇവിടെ I എന്നത് സെലക്റ്റഡ് കറണ്ട് ആണ്. 23 മുതൽ 24 വോൾട്ട്സിൽ ആർക്ക് വോൾട്ടേജ് സെറ്റ് ചെയ്യുക. ഇതുകൊണ്ട് 10 mm തിക്നെസ് ഉള്ള മൈൽഡ് സ്റ്റീൽ പ്ലേറ്റിൽ സ്ട്രെയിറ്റ് ലൈൻ ബീഡ്സ് ഉണ്ടാക്കാൻ പറ്റും. ട്രാൻസ്ഫറിനായി
ഇലക്ട്രോഡിൻ്റെ പുറത്തുള്ള അറ്റവും കോൺടാക്ട് ടിപ്പിൻ്റെ അറ്റവും തമ്മിലുള്ള ദൂരം 5 മുതൽ 10 mm എന്നായിരിക്കണം. കറണ്ട് ഫ്ലോ മാറ്റാതെ തന്നെ ആർക്ക് സ്ട്രൈക്ക് ചെയ്യുക. ആർക്ക് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്ത് ട്രയൽ ആൻഡ് എറർ വഴി യൂണിഫോം ബീറ്റ് പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കുക. സെഗ്മെന്റ് 5 ആർക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന വിധം. ഇലക്ട്രോഡ് വയറിൻ്റെ അഗ്രഭാഗത്ത് തൊടുമ്പോൾ ടോർച്ചിൻ്റെ ട്രിഗർ അമർത്തുക. ജോലി തുടങ്ങേണ്ടയിടത്ത് ആർക്ക് സ്ട്രൈക്ക് ചെയ്യുക. ജോലി ചെയ്യേണ്ട വസ്തുവിൽ നിന്നും ടോർച്ച് 15 mm ഉയരത്തിലായിരിക്കണം. ഇത് വെൽഡിങ്ങിൻ്റെ ഡയറക്ഷനിൽ ലംബമായി 10 മുതൽ 15 ഡിഗ്രി കോണിലായിരിക്കണം. വെൽഡിംഗ് ചെയ്യേണ്ട വസ്തുവിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരയ്ക്കും വളരെ സുഗമമായി ഒരേ രീതിയിൽ ടോർച്ച് കൊണ്ടുപോവുക. നിങ്ങൾക്ക് ബാക്ക് ഹാൻഡ് ടെക്നിക് അല്ലെങ്കിൽ ഫോർ ഹാൻഡ് ടെക്നിക് ഉപയോഗിക്കാം. പ്രശ്നങ്ങളില്ലാതിരിക്കാൻ കോൺടാക്ട് ടിപ്പ് പരിശോധിക്കേണ്ടത് ഒരു പതിവാക്കുക. ടോർച്ചിൻ്റെ നോസിലിൽ സ്പാറ്റർ സ്റ്റിക്കിംഗ് ഇല്ലാതിരിക്കാൻ ആൻറ്റി സ്പാറ്റർ സ്പ്രേ അല്ലെങ്കിൽ ജെൽ ഉപയോഗിക്കുക. ക്രേറ്റർ സശ്രദ്ധം ഒരേ രീതിയിൽ നിറയ്ക്കുക. ബീഡ് അവസാനിച്ച ശേഷം ഒരു സ്റ്റീൽ വയർ ബ്രഷ് കൊണ്ടോ ചിപ്പിംഗ് ഹാമർ കൊണ്ടോ ബീഡ് സർഫസ് വൃത്തിയാക്കുക. സെഗ്മെന്റ് 6 ഇൻസ്പെക്ഷൻ. കണ്ണുകൾ കൊണ്ട് സൂക്ഷ്മമായി നിരീക്ഷിച്ച് ന്യൂനതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം. അണ്ടർകട്ട്, അസമമായ ബീഡ് വിഡ്ത്, ഉയരം, റിപ്പിൾ ഫോർമേഷൻ, മറ്റും വേവ് ലൈൻസ് ഇവയെ വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുക. ചുരുക്കത്തിൽ സംഗ്രഹിക്കാം. GMAW സജ്ജീകരിക്കാൻ അതിന് നമ്മൾ വയർ സ്പൂൾ ഒരുക്കണം, ഗ്യാസ് ഹീറ്റർ കണക്ട് ചെയ്യണം, പിന്നെ വെൽഡിംഗ് ടോർച്ചും. ഗ്യാസ് ഫ്ലോ സെറ്റ് ചെയ്യുക, വയർ ഫീഡ് റേറ്റും ക്രമീകരിക്കുക. ആർക്ക് സ്ട്രൈക്ക് ചെയ്യുക, ലെഫ്റ്റ് ടു റൈറ്റ് ടെക്നിക് ഉപയോഗിക്കുക. എപ്പോഴും കോൺടാക്ട് പരിപാലിക്കുക. വെൽഡ് ന്യൂനതകൾ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോയിൽ കാണിച്ച സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ ഗ്യാസ് മെറ്റൽ ആർക്ക് സെറ്റ് ചെയ്യുവാനും ആർക്ക് അടിക്കുവാനും ഇളം സ്റ്റീലിൽ സ്ട്രേറ്റ് ലൈൻ ബീഡ് വെൽഡ് ചെയ്യുവാനും പരിചയം നേടാം. രസകരമായ പുതിയൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.